ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയോട് ഇടഞ്ഞ് അൽമായ മുന്നേറ്റം. വിമത വിഭാഗം വീണ്ടും സമരത്തിലേക്ക് നീങ്ങുകയാണ്. ബിഷപ്പിന്റെ ഇന്നലത്തെ ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്നാണ് വിമത വിഭാഗം നിലപാട്. ചർച്ചകൾ മുന്നോട്ടു പോകണമെങ്കിൽ വൈദികർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. തുടർ സമര പരിപാടികൾ ആലോചിക്കാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. സൈഫുനിസ അലിയാർ ചേരുന്നു. സൈഫുനിസ, വെടിനിർത്തൽ പരാജയപ്പെടുകയാണോ? വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? പാംപ്ലാനും പിതാവിനും കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ലേ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ അരുൺകുമാർ. കാരണം സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഏകീകൃത കുർബാനയെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ അതിന് പരിഹാരം കാണാൻ ഈ വിമത വിഭാഗം അൽമായ മുന്നേറ്റമായിട്ട് ചർച്ച നടത്താനും പരിഹരിക്കാനും സഭ കണ്ടെത്തിയ ഏറ്റവും അവസാനത്തെ ഒരാൾ കൂടിയായിരുന്നു ഈ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഈ അൽമായ മുന്നേറ്റത്തിനോട് അനുഭാവപൂർവമായ സമീപനമായിരുന്നു അദ്ദേഹം നേരത്തെ മുതൽ സ്വീകരിച്ചിരുന്നത്. കടുത്ത നടപടികളിലേക്ക് വേണ്ട എന്ന് വത്തിക്കാനോടക്കം സിനഡിൽ ഒരു നിലപാടെടുക്കുകയും ചെയ്താണ് ജോസഫ് പാംപ്ലാനി എത്തിയപ്പോഴും അത് വലിയ സന്തോഷത്തോടെയാണ് ഈ അൽമായ മുന്നേറ്റം സ്വീകരിച്ചത്. പക്ഷേ ഇന്നലെ ഈ ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും സഭയുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം, 21 വൈദികർ സമരം ചെയ്തിരുന്നു. ഇവർക്കെതിരായ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞിട്ടുണ്ട്, ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അൽമായ മുന്നേറ്റം മാധ്യമങ്ങളോട് പറയുകയും അത് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോഴുള്ള, അതായത് നടപടി നേരിട്ട 21 വൈദികർ, അതിൽ 6 പേർക്ക് ഈ കുർബാന അർപ്പിക്കുന്നതിനടക്കം തടസ്സങ്ങളുണ്ട്, കുർബാന അർപ്പിക്കുന്നതിനടക്കം വിലക്കുണ്ട്. അതുകൊണ്ട് ഇവരുടെ എല്ലാം തന്നെ വിശദീകരണം ഈ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകണം. അതിനുശേഷം ചർച്ച ചെയ്തേ തീരുമാനിക്കുകയുള്ളൂ. അതല്ലാതെ വരുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ്. അതായത് സഭയിൽ നിന്ന് ഈ വൈദികർക്കെതിരെ ഇപ്പോഴെടുത്ത നടപടിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടൊരു വാർത്താക്കുറിപ്പാണ് ഇന്നലെ വന്നത്. ഇതാണ് അൽമായ മുന്നേറ്റത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വിമത വിഭാഗം തുടർ സമര പരിപാടികളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യം തീരുമാനിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് യോഗത്തിന് ശേഷം അക്കാര്യം അവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. നിലവിൽ മാർ ജോസഫ് പാംപ്ലാനി വന്നപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ചർച്ചകൾ നടത്തിയപ്പോഴും ജോസഫ് പാംപ്ലാനിയുടെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമാണ് എന്നാണ് അൽമായ മുന്നേറ്റം പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചകൾ പൂർത്തിയായി ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വീണ്ടും ഈ പ്രശ്നങ്ങൾ വഷളാവുകയാണ്. ഇനി മാർ ജോസഫ് പാംപ്ലാനിയെ വിശ്വസിക്കാനാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റം പറയുന്നത്. സൈഫുനിസ, എന്തായാലും വലിയ പ്രതീക്ഷകളായിരുന്നു. പാംപ്ലാനി പിതാവൊക്കെ വരുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ മങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത്. വീണ്ടും അൽമായ മുന്നേറ്റം പാംപ്ലാനി പിതാവിനെതിരെ രംഗത്ത് വരികയാണ്. തുടർ സമര പരിപാടികൾ ഇന്ന് ചേരുന്ന യോഗം തീരുമാനിക്കും.